ഇന്നലെ രാവിലെ 11 മണിക്ക് ശേഷമായിരുന്നു വയനാട് കള്ളാടിയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം ഉണ്ടായത്. ടൺ കണക്കിന് മണ്ണാണ് അവിടെ സംഭരിച്ചിരുന്നത്. ആ മണ്ണ് ഇടിഞ്ഞു വീണ് 3 പേർ മരണപ്പെട്ടിരിക്കുന്നു. 3 പേരുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി. ഇനി മൃതദേഹം എംബാം ചെയ്ത് കുടുംബങ്ങൾക്ക് വിട്ടു നൽകുക എന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതേസമയം കള്ളാടിയിൽ അപകടത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. 5 പേരെയാണ് കാണാതായിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴത്തെ ഔദ്യോഗികമായിട്ടുള്ള വിവരം. അതായത് നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ 5 പേർ കാണാതായിട്ടുള്ളവർ. അവരെല്ലാവരും തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവർ എന്നതാണ് ഇപ്പോഴത്തെ വിവരം. എന്തു തന്നെയാണെങ്കിലും ഈ മണിക്കൂറുകളിലും തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച തെരച്ചിൽ ആണ്. ഇനി 5 പേർക്ക് വേണ്ടി അവരുടെ മൃതദേഹമെങ്കിലും കണ്ടെടുക്കുക എന്നത് ശ്രമകരമാകുന്ന ഒരു ദൗത്യം ആണ്. അതിനുവേണ്ടിയുള്ള വ്യാപകമായ തെരച്ചിലാണ്. ഈ 5 പേരും ജീവനോടെ ശേഷിക്കുവാനുള്ള ഒരു സാധ്യതയുമില്ല. കെടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ആണ് പാലത്തിന് മുകളിലെ മണ്ണ് ഏതാണ്ട് നീക്കം ചെയ്തത്. പ്രദേശത്ത് ഇപ്പോഴും കടുത്ത നിയന്ത്രണം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രദേശവാസികളെ മാത്രം ആണ് കടത്തിവിടുന്നത് ഈ പ്രദേശത്തേക്ക്. പ്രത്യേകിച്ച് ഇത്തരം അപകടം ഉണ്ടാകുമ്പോഴൊക്കെ നിരവധിയായ ആളുകൾ ഈ അപകട വിവരമൊക്കെ അറിഞ്ഞ് അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ രാത്രി തന്നെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കൃത്യമായി പറയാനുള്ളത്, അനാവശ്യമായി അവിടേക്ക് ഇതൊരു കാഴ്ചയായി കാണാൻ ആരും എത്താതിരിക്കുക എന്നത് തന്നെയാണ് ആവർത്തിച്ച് പറയേണ്ടത്. അത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക്, തുടർ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുക എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ മരണപ്പെട്ടവരുടെ, അതായത് മൃതദേഹമായി ലഭിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവരുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. മരണപ്പെട്ടവരുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഓപ്പറേറ്റർ ആയ, അതായത് എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ആയിരുന്ന മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രപാൽ, സിവിൽ ഫോർമാനായിട്ടുള്ള ബീഹാർ സ്വദേശി വികാസ് കുമാർ, തൊഴിലാളികളിൽപ്പെടുന്ന ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള അൽമോൻ, ഇവർ ആണ് ഈ മരണപ്പെട്ടവരുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുന്നത്. അതിൽ വികാസ് ബീഹാർ സ്വദേശിയാണ്, ചന്ദ്രപാൽ മധ്യപ്രദേശിൽ നിന്നുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് സ്വദേശിയും ഈ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇവരുടെ മൃതദേഹം ആണ് ഇനി ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് ആണുള്ളത്. അല്പസമയത്തിനകം വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 10:30 വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇന്ന് നിർണായകമാകുന്ന മന്ത്രിസഭാ യോഗം കൂടിയുണ്ട്. മറ്റ് നിരവധിയായ വിഷയങ്ങൾ നമുക്കറിയാം. PSC നിയമന തട്ടിപ്പ് വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗം പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഒരുപക്ഷെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഈ അപകട സ്ഥലത്തേക്ക് തിരിക്കും. 11:30 മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കുക എന്നതാണ് വിവരം. നേരിട്ട് ഈ അപകട സ്ഥലത്തേക്ക് എത്തുമെന്ന സൂചനയായിരുന്നുവെങ്കിൽ ഇനി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ മലപ്പുറത്തായിരിക്കാം വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ എത്തുക എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം മന്ത്രിമാർ ഉൾപ്പെടെ അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മന്ത്രിമാരായ AP അനിൽകുമാറും അതോടൊപ്പം തന്നെ T സിദ്ദിഖും ആണ് ഈ അപകട സ്ഥലത്ത് തുടരുകയും ചെയ്യുന്നത്. നമുക്ക് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് പോകാം. CV അനുമോദാണ് അവിടെ നിന്നും ചേരുന്നത്. അനുമോദ്, അപകട വിവരം പുറത്തറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. ഇപ്പോൾ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്ന് തന്നെ നമുക്ക് സാങ്കേതികമായി പറയാം. മരണം സ്ഥിരീകരിക്കുന്നവരെ നമ്മൾ അത് പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും 5 പേർ മിസ്സിംഗ് ആണ്. ഈ 5 പേരും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകും എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്തുക എന്നതിനപ്പുറത്ത് മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ അതല്ലേ ഇപ്പോൾ നടക്കുന്നത്? രക്ഷാപ്രവർത്തനമല്ല, തെരച്ചിൽ തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം 24 മണിക്കൂറാകാൻ പോവുകയാണ് ഈ ഒരു ദുരന്തം നടന്നിട്ട്. ഇപ്പോഴും മണ്ണിനടിയിൽപ്പെട്ടവർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാനാകില്ല. ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ ആണ് ഈ ഒരു മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ കാണുന്നത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശവും അതിനപ്പുറത്ത് ഈ ഒരു പദ്ധതിക്കായി മണ്ണ് എടുത്ത് കൂട്ടിയ ഇടവുമാണ്. അവിടെ ആ മണ്ണ് ഇടിച്ചിലുണ്ടായതും അതിന് തൊട്ടടുത്താണ്.
ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് മണ്ണ് അത് നേരെ താഴെ ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഇടത്തേക്ക് ഒഴുകി വളരെ വേഗത്തിലെത്തി ഒന്നിച്ച് കുത്തൊഴുകി ഒരു അപകടമായി മാറുകയായിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഒക്കെ കൂടുതൽ പഠനങ്ങളൊക്കെ വേണം, ശാസ്ത്രീയമായിട്ട് നടക്കട്ടെ. മന്ത്രി മനുഷ്യനിർമ്മിത അപകടം എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഒരു സാഹചര്യം തന്നെയാണ് ഇത് എന്ന് പറയാനാകും. പക്ഷേ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയത് ഈ മണ്ണ് നീക്കിയത് ഒന്നിച്ച് കൂട്ടിയിട്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും ദുരന്തത്തിൻ്റെ കാരണം ചെറിയ ഒരു മണ്ണിടിച്ചിലായിരുന്നു, കനത്ത മഴയായിരുന്നു. പക്ഷേ അത് വലിയ ഒരു ദുരന്തമാക്കി മാറ്റിയത് കുന്നായി കൂട്ടിയിട്ട മണ്ണ് ഒന്നിച്ച് കുത്തൊലിച്ചു വന്നത് തന്നെയാണ് എന്ന് പറയാനാകും. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ഒരു 5 പേരുടെ മൃതദേഹത്തിനായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, 5 പേർക്കായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ കുത്തൊഴുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രദേശത്തേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയും മണ്ണിനടിയിൽപ്പെടാനുള്ള സാധ്യതയും. അപ്പോൾ ഇവിടെയുള്ള പ്രദേശത്ത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇവിടെ ഒരു വെല്ലുവിളി കൂടിക്കിടക്കുന്ന മണ്ണ് അത് ഈ മഴയത്ത് നടക്കാൻ പോലും, ആളുകൾക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടേക്ക് വലിയ ഹിറ്റാച്ചുകൾ ഇറക്കി വേണം ഈ ഒരു പ്രദേശത്ത് തെരച്ചിൽ നടത്തുവാൻ. അതിൻ്റെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. ഹിറ്റാച്ചുകൾ കൊണ്ട് സാധ്യമായ ഇടത്തെല്ലാം തെരച്ചിൽ നടക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കൂടുതൽ യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ച് ഉള്ള തെരച്ചിൽ, അതുപോലെ തന്നെ കെടാവർ നായകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, അതും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് മന്ത്രി AP അനിൽകുമാറും അതുപോലെ തന്നെ ഇപ്പോൾ MP ഷാഫി പറമ്പിലുമൊക്കെ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. അവരും ഈ ഒരു തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങളെ പങ്കുവയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഈ ഒരു മണ്ണിടിച്ചിൽ ദുരന്തത്തിൻ്റെ, മുണ്ടക്കയിൽ ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും മുക്തരായി വരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും എല്ലാവരെയും ആശങ്കയിലാക്കിയിട്ട് ഒരു ദുരന്തം, ഒരു മണ്ണിടിച്ചിലൂടെ ഉണ്ടായിരിക്കുന്നു. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി പറയുമ്പോൾ പോലും ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ ആശങ്ക വിട്ടുമാറുന്ന ഒന്നല്ല എന്ന് പറയേണ്ടി വരും. കാരണം എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാകുമോ എന്ന ചോദ്യം, പരിസ്ഥിതിയുടെ വലിയ ഒരു മാറ്റമാണ് ഈ തുരങ്ക നിർമ്മാണത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് മണ്ണെടുത്തുകൊണ്ടുള്ള ഈ നിർമ്മാണം, മല തുരന്നുകൊണ്ടുള്ള നിർമ്മാണം, അതിൻ്റെ ആഘാതം എങ്ങനെ ഉണ്ടാകുമെന്ന് കാലവർഷത്തിൻ്റെ സമയത്ത് ഒട്ടും പ്രവചിക്കാൻ പോലും കഴിയാത്ത അത്ര മാറ്റം വന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയൊരു ആശങ്ക പലപ്പോഴായിട്ട് ആളുകൾ പങ്കുവയ്ക്കുന്നൊരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. എന്നാണെങ്കിലും ഇപ്പോൾ കാലാവസ്ഥ, മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തെരച്ചിലിന് അല്പം കൂടി വേഗം കൈവരുമെന്ന് വേണം നമുക്ക് കരുതുവാൻ. മുഖ്യമന്ത്രി വൈകുന്നേരത്തോടെയേ ഇവിടേക്ക് എത്തൂ എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അരീക്കോടായിരിക്കും അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക, അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും ഇവിടേക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിച്ചതിലും ഒരു 3 മണിക്കൂറെങ്കിലും അധികം സമയം ഇതിനു വേണ്ടി വരും എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും കാലാവസ്ഥയാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ഈ ഒരു തെരച്ചിൽ അത് ദുഷ്കരമാവുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. 3 മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ആശുപത്രിയിലുള്ളതിൽ ഒരാളുടെ നില ഗുരുതരവുമാണ്. അഭിലാഷ്. യെസ്, അതോടൊപ്പം അനുമോദ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ അപകട സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് വിവരം. അതായത് 11:30 VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുക. ഈ പ്രതികൂല കാലാവസ്ഥ കാരണം വയനാട്ടിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്നതാണ് അറിയുന്നത്. മലപ്പുറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നീട് അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ അതിശക്തമായ മഴ ഇപ്പോൾ തുടരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ പോലും ദുർഘടമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അഭിലാഷ്, ശക്തമായ മഴ രാവിലെ മുതൽ ഇടവിട്ട് പെയ്യുന്ന ഒരവസ്ഥയാണ്. കനത്ത മൂടൽ മഞ്ഞുണ്ട്. അപ്പോൾ നമുക്കിവിടെ തെരച്ചിലിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ മഴ പെയ്യുമ്പോൾ ആ കൂടിക്കിടക്കുന്ന മണ്ണ് തനിയെ കുത്തി ഒലിച്ചു വരുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു ആൾക്ക് കാല് ഉറച്ച് വെക്കാൻ കഴിയാത്തത്ര രീതിയിൽ ദുർബലമാണ് ഈ ഒരു മണ്ണിന്റെ അവസ്ഥ. അത് കഴിഞ്ഞ ദിവസം കുത്തിയൊലിച്ച വന്ന മണ്ണായതുകൊണ്ട് തന്നെ പാറക്കെട്ടുകളിൽ നിന്നൊക്കെ വന്ന മണ്ണായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അത് ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്.
അങ്ങനെ ഉള്ള ഒരു മണ്ണിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം കെടാവർ നായകളെ ഉപയോഗിച്ച് തിരയണമെങ്കിലും നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം അവിടെ വേണ്ടതാണ്. പക്ഷേ ഈ ഒരു മണ്ണിൽ കാല് ഉറച്ചു വെക്കാൻ കഴിയില്ല, കാലമർത്തി വെക്കാൻ കഴിയുകയില്ല. ആരാണെങ്കിലും പൂണ്ടുപോകുന്ന അവസ്ഥയാകും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എങ്ങനെ അവിടേക്ക് കടന്നു ചെന്ന് തിരയാനാകുമെന്ന ചോദ്യം അത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്.